നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിധിയല്ല ഇന്ന് വന്നത്. താൽക്കാലികമാണെങ്കിലും അടുത്ത് തന്നെ പുതിയ തീയതി ഏതാനും കുറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം അത് കിട്ടുന്നതാണ് ആ സമയം. അതിനുശേഷം അത് നമുക്ക് അറിയാൻ കഴിയും എന്താണ് അടുത്ത സിറ്റിംഗ് എന്നുള്ള. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇതിന് അനുമതി നൽകേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതിന് കാത്തിരിപ്പാണ്. അവരാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് പേപ്പറുകളുണ്ട്. അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിങ്ങിൽ അത് ക്ലിയർ ആവും എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളൊക്കെ അത് പ്രതീക്ഷിക്കണം. ഞാൻ ഇപ്പോൾ റിയാദിൽ നിന്ന് ഇന്നലെ മിഞ്ഞാന്ന് വന്നാണ്. ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. വേറെ ആവശ്യത്തിന് വന്നതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാം, പക്ഷേ ആ രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. ഇന്ന് വിധിൻ്റെ ഇത് മാറ്റിയേക്കാണ്ടായ കാരണം ഇത് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ എന്തോ ചോദിച്ച ആ ചോദ്യത്തിന് നമ്മളെ വക്കീൽ അതിൻ്റെ വേണ്ട രീതിയിലുള്ള പേപ്പറുകൾ ഇനി അടുത്ത സിറ്റിങ്ങിൽ ഹാജരാക്കാൻ കഴിയുള്ളൂ. കാരണം ഒറ്റയടിക്ക് അപ്പം തന്നെ ഹാജരാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിലുണ്ടാകുന്ന കാലതാമസം ഇനി തരുന്ന ഡേറ്റ് 2-3 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഡേറ്റ് കിട്ടുന്നതാണ്. അതോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി ഇന്നത്തെ സിറ്റിങ്ങിൽ അവിടെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മുടെ വക്കീൽ നേരത്തെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞ സിറ്റിങ്ങിൽ അവർ പ്രകടിപ്പിച്ച കാര്യങ്ങളിൽ നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മുടെ കൃത്യമായ അഭിപ്രായങ്ങളും അവിടെ കോടതിയെ രേഖപ്പെടുത്തി അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നടന്ന ഈ വാദപ്രതിവാദത്തിലാണ് അത് പഠിച്ച് അതിൻ്റെ അന്തിമ വിധി പറയാൻ മാറ്റിവെക്കുന്നു എന്ന് കോടതി അറിയിച്ചിട്ടുള്ളത്. ഇത് സാങ്കേതികമായി സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്ക് സംഭവിക്കാവുന്നതാണ്. നേരത്തെയും ഇതുപോലുള്ള ഇങ്ങനെ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച് ഇതേപോലെ ദിയ നൽകി മോചിതനായ ഒരു ഇന്ത്യക്കാരൻ ഒരു ബീഹാരി സ്വദേശിക്ക് അവസാനം 1.5 വർഷത്തോളം ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷനിലുള്ള ഈ നടപടികൾ പൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് ഈ വരുന്ന അവരുടെ സിറ്റിങ്ങിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു നിരാശാജനകമായി കാണേണ്ടതില്ല. ഇതിൽ ആ പ്രോസിക്യൂഷനിൽ റഹീമിൻ്റെ വാദം ശരിയാണ് എന്നുള്ളതാണ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ വക്കീലന്മാർക്ക് ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റഹീമിന് ഗുണകരമായിട്ടാണ് അത് വരിക. പക്ഷേ അല്പം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല. അത് ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ അതിൻ്റെ ഡേറ്റ് കിട്ടും. ആ ഡേറ്റ് കിട്ടുന്ന മുറക്ക് അറിയിക്കുന്നതായിരിക്കും. വളരെ വൈകാതെ തന്നെ കഴിഞ്ഞ ഇതുപോലെ ഈ ഒരു കാലതാമസം ഉണ്ടാകാനാണ് സാധ്യത. ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ വക്കീലന്മാർ 3 പേരുണ്ട്. അതിൽ 2 പേരിന്ന് അവിടെ ഹാജരായിട്ടുണ്ട്. അതുപോലെ തന്നെ എംബസി ഉദ്യോഗസ്ഥരും എല്ലാവരും ഹാജരായിട്ടുണ്ട്. ഇതിൽ മറ്റ് ഒരു നടപടികളിലേക്ക്, അതായത് പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇന്നവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത് പ്രോസിക്യൂഷൻ്റെ ഒരു തീരുമാനം വരുന്നതനുസരിച്ച് കോടതിയുടെ അന്തിമ വിധി ഉണ്ടാകും. അത് അടുത്ത ഇതിൽ തന്നെ അന്തിമ വിധി ഉണ്ടാകും എന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. നമുക്കവിടെ കോടതിയുടെ നടപടികൾ ഇങ്ങനെ പരസ്യമായി അങ്ങനെ പറയാൻ സാധിക്കില്ല. സിറ്റിങ്ങോടുകൂടി അതിൻ്റെ ഒരു സമാപനമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും ലോക മലയാളി സമൂഹം ഈ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അറിയാം, ഇവിടെ റഹീമിൻ്റെ ഉമ്മ, സഹോദരൻ, അതുപോലെ കുടുംബക്കാർ, അതുപോലെ ഇതിനു വേണ്ടി ഇപ്പോൾ റിയാദിൽ നിയമസഹായ സമിതിയുടെ ചെയർമാൻ, അതുപോലെ നാട്ടിലെ നിയമസഹായ സമിതിയുടെ ഭാരവാഹികളിവിടെയുണ്ട്. മൊത്തം ഇതിനു വേണ്ടി കൈകോർത്ത് എല്ലാവരും കാത്തിരിക്കുന്നൊരു വിധിയായിരുന്നു. ഞങ്ങളും അതുപോലെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ന് എന്തായാലും ഒരു അന്തിമ വിധി തന്നെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. റഹീമും ഇന്നലെയൊക്കെ ബന്ധപ്പെട്ടപ്പോഴും ഈ ഒരു സന്തോഷ വാർത്തക്കായി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയമവ്യവസ്ഥിതി സമഗ്രമാണ്. അത് കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ മറ്റൊരു നിരാശക്കും അല്ലെങ്കിൽ നിയമപരമായി നമുക്ക് മറ്റുള്ള ഒരു നിരാശക്കും
വകുപ്പില്ല. അത് കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ വക്കീലന്മാരും അതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്.